കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതായിരുന്നു കുറിച്യ കലാപം. ഇന്ത്യയിലെ തന്നെ ഗോത്രവർഗ കലാപങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയവും ഏറ്റവും ശക്തവുമായ കലാപമായിരുന്നു കുറിച്യ കലാപം. 1792 ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരുമായി ചേർന്ന് ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവയ്ക്കുന്നു. ഇതോടുകൂടി മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് സ്വന്തമായി. ഭരണപരമായ പല മാറ്റങ്ങളും ബ്രിട്ടീഷുകാർ അവിടെ കൊണ്ടുവന്നു. നികുതി പണമായി തന്നെ നൽകണം എന്ന വ്യവസ്ഥ ബ്രിട്ടീഷുകാർ കർശനമാക്കി നടപ്പിലാക്കാൻ ശ്രമിച്ചു. പണം ഉപയോഗിച്ച് ശീലിച്ചിട്ടില്ലാത്ത വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾക്ക് ഇത് കടുത്ത തിരിച്ചടിയായിരുന്നു. നികുതി പണമായി നൽകാൻ സാധിക്കാത്തത് കൊണ്ട് പലർക്കും കൃത്യസമയത്ത് നികുതി അടയ്ക്കുവാൻ സാധിച്ചില്ല. ഇത് നികുതി കുടിശ്ശികയായി മാറി. നികുതി കുടിശ്ശിക വരുത്തിയവർക്കെതിരെ ബ്രിട്ടീഷുകാർ നടപടികൾ തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ ഈ നടപടികളാണ് കുറിച്യർ വിഭാഗം ഉൾപ്പെടെയുള്ള ആദിവാസി ഗോത്ര വിഭാഗങ്ങളെ ചൊടിപ്പിച്ചത്. 1812 മാർച്ച് 25 മല്ലൂർ എന്ന സ്ഥലത്ത് വച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ആദിവാസികളുടെ ഒരു പ്രതിഷേധ യോഗം നടന്നു. ഈ യോഗം പിരിച്ചുവിടുവാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതാണ് കലാപത്തിൻ്റെ തുടക്കം. കുറിച്യരെ പോലെ തന്നെ മലബാറിലെ മറ്റൊരു ഗോത്ര ജനതയായ കുറുമ്പരും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാമനമ്പി, ആയിരം വീട്ടിൽ കോന്തപ്പൻ, വെങ്കളോൻ കേളു എന്നിവരായിരുന്നു കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. പ്രാദേശിക സേനയെ ഉപയോഗിച്ച് കലാപത്തെ അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചുവെങ്കിലും ഫലവത്തായില്ല. കൂടുതൽ ശക്തമായ ബ്രിട്ടീഷ് സേന കലാപം അടിച്ചമർത്താൻ എത്തിയെങ്കിലും കുറ്റ്യാടി ചുരത്തിൽ വച്ച് ഗോത്രവിഭാഗ ജനത അവരെ ശക്തമായി തന്നെ നേരിട്ടു. പിന്നീട് മൈസൂരിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ ഒരു പോഷക സേന എത്തി. ഇവർ സുൽത്താൻ ബത്തേരി മുതൽ പനമരം വരെയുള്ള സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ നിർമ്മിച്ചു. പട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി കുറിച്യ ജനത ഈ സൈന്യത്തിനെതിരെ ധീരമായി തന്നെ പോരാടി. എന്നാൽ 1812 മെയ് 8 കുറിച്യ കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. കലാപ സമയത്തൊക്കെ കുറിച്യന്മാർ ആരാധിച്ചിരുന്ന അവരുടെ പരദേവതയാണ് പുൽപ്പള്ളി മുരുക്കന്മാർ. ഈ കുറിച്യന്മാർ ധീരരായ പോരാളികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോരാളികളെ ഉൾപ്പെടുത്തി ബ്രിട്ടീഷുകാർ ഒരു അർദ്ധസൈനിക വിഭാഗത്തെ ഉണ്ടാക്കിയിരുന്നു. കോൾക്കാരന്മാർ എന്നായിരുന്നു അവരെ വിളിച്ചിരുന്നത്. എന്നാൽ ഈ കലാപം